ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നോർത്ത് അയർലൻഡിൻ്റെ ബെൽഫാസ്റ്റിൽ നിന്നുകൊണ്ടാണ്. ഇവിടെയാണ് ടൈറ്റാനിക് കപ്പൽ ഉണ്ടാക്കിയത്. 1912 ഏപ്രിൽ മാസം 10 2224 യാത്രക്കാരുമായിട്ട് ടൈറ്റാനിക് എന്ന സമുദ്രത്തിൻ്റെ രാജ്ഞി ന്യൂയോർക്കിലേക്ക് പോകുകയാണ്. എഡ്വേർഡ് സ്മിത്ത് എന്ന ക്യാപ്റ്റനാണ് ഈ കപ്പലിനെ ഇപ്പോൾ നയിക്കുന്നത്. സമർത്ഥനായിരുന്നു അദ്ദേഹം. 17-ാം വയസ്സിൽ തന്നെ സ്മിത്ത് മർച്ചൻ്റ് നേവിയിൽ ചേർന്നതാണ്. അദ്ദേഹം ബ്രിട്ടീഷ് നേവിയുടെ ഓഫീസറായിരുന്നു. അനേക അവാർഡുകൾ വാങ്ങിയ സമർത്ഥനായ ഒരു നാവികൻ. ടൈറ്റാനിക് ന്യൂയോർക്കിലേക്ക് പോകുകയാണ്. ക്യാപ്റ്റൻ അഭിമാനത്തോടുകൂടെ ആ കപ്പലിനെ ന്യൂയോർക്കിലേക്ക് ഓടിക്കുകയാണ്. അദ്ദേഹത്തിന് മറ്റു കപ്പലുകളിൽ നിന്ന് വരുവാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് സിഗ്നലുകൾ കിട്ടുവാനായി തുടങ്ങി. മഞ്ഞുപാളികൾ ഒഴുകി വരുന്നു. അതുകൊണ്ട് കപ്പലിൻ്റെ ഗതി മാറ്റുക, വേഗം കുറയ്ക്കുക, സൂക്ഷിക്കുക. ഈ സന്ദേശം ആവർത്തിച്ച് കിട്ടിയപ്പോൾ സമർത്ഥനായ ഈ നാവികൻ എഡ്വേർഡ് സ്മിത്ത് അവസാനം പറഞ്ഞു, ഷട്ട്, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. അഹങ്കാരത്തോടുകൂടെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് കപ്പൽ അതിവേഗം കുതിക്കുകയാണ് ന്യൂയോർക്കിലേക്ക്. 1912 ഏപ്രിൽ മാസം 14 അർദ്ധരാത്രിയിൽ ഒരു കൂറ്റൻ മഞ്ഞുപാളി ടൈറ്റാനിക്കിൽ ഇടിക്കുകയാണ്. കരുത്തനായ സ്മിത്ത് ഞെട്ടിപ്പോയി, ഉറക്കെ നിലവിളിച്ചു, സഹായത്തിനായിട്ട് കേണപേക്ഷിച്ചു. ആ ക്യാപ്റ്റൻ ഉൾപ്പെടെ 1500 പേരാണ് അന്ന് അറ്റ്ലാന്റിക്കിൻ്റെ വിരുമാറിൽ തണുത്തുറച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് അഹങ്കരിച്ച് ഉള്ള ജീവിതം നമ്മെ മാത്രമല്ല അനേകരെ നശിപ്പിക്കുമെന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ ആരോഗ്യവും പണവും കഴിവും അധികാരങ്ങളും എല്ലാം നമ്മോടെപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ബൈബിൾ നമുക്ക് അനേക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലോകത്തിലെ ആദ്യത്തെ കപ്പൽ നോഹയുടെ പെട്ടകമായിരുന്നു. ആ പെട്ടകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ നീതിപ്രസംഗിയായ നോഹ അന്നത്തെ ജനത്തോട് പറഞ്ഞു, ഒരു വലിയ ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നു. ആ വെള്ളത്തിൽ നിങ്ങൾ മുങ്ങിച്ചാകാതിരിക്കേണ്ടതിന് ഈ പെട്ടകത്തിൽ കയറണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ മുന്നറിയിപ്പുകളെ അന്നത്തെ ലോകം അവഗണിച്ചു കളഞ്ഞു. അദ്ദേഹത്തെ ഒരു മാനസിക രോഗിയായി അവർ ചിത്രീകരിച്ചു. കാരണം അതുവരെ ഒരു ജലപ്രളയം അവർ കണ്ടിരുന്നില്ല. പക്ഷെ ജലപ്രളയം വന്നു, എല്ലാവരും നശിച്ചുപോയി. പെട്ടകത്തിൽ കയറിയ ആ 8 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. യേശു കർത്താവ് തൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ഇതൊരു മുന്നറിയിപ്പാണ്. ഇത് നോഹയുടെ കാലം പോലുള്ള ഒരു കാലമല്ലേ? അന്ന് 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. യേശുവിൻ്റെ വരവൊരു മുന്നറിയിപ്പാണ്. എണ്ണയില്ലെങ്കിൽ നീ തള്ളപ്പെടും എന്നുള്ളത് ഒരു മുന്നറിയിപ്പാണ്. ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിൻ്റെ നിലവിളി മറ്റൊരു ക്യാപ്റ്റൻ കേൾക്കുകയാണ്. ആർതർ ഹെൻറി റോസ്റ്റിൻ എന്ന മറ്റൊരു ക്യാപ്റ്റൻ ഈ ടൈറ്റാനിക്കിലെ ക്യാപ്റ്റൻ്റെ പരാജയപ്പെട്ട നിലവിളി കേൾക്കുകയാണ്. കാർപാത്തിയ എന്ന കപ്പലിലായിരുന്നു
ആർതർ ഹെൻറി റോസ്റ്റിൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഏകദേശം 58 നോട്ടിക്കൽ മൈലായി അകലെയായിരുന്നു. അദ്ദേഹവും ന്യൂയോർക്കിലേക്ക് പോകുകയാണ്. താൻ വേഗം തൻ്റെ കപ്പൽ തിരിച്ചു, ടൈറ്റാനിക്കിന് നേരെ കുതിച്ചു. നിങ്ങൾക്കറിയാമോ, ഏകദേശം 31 കിലോമീറ്റർ വേഗതയിൽ കുതിച്ചെത്തി. ആർതർ ഹെൻറി റോസ്റ്റൺ എന്ന ആ ക്യാപ്റ്റൻ ഈ നിലവിളി കേട്ട് തൻ്റെ കപ്പൽ തിരിച്ച് ഏകദേശം 31 കിലോമീറ്റർ സ്പീഡിൽ ടൈറ്റാനിക്കിൻ്റെ അടുക്കിലേക്ക് കുതിച്ചു വന്നു. അദ്ദേഹത്തിന് 704 പേരെ രക്ഷിക്കുവാനായി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് അഹങ്കരിച്ച് നാശത്തിലേക്ക് പോകുമ്പോൾ ഈ ക്യാപ്റ്റനെ പോലെ മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ, നിലവിളികളെ അവഗണിക്കാതെ മുങ്ങിത്താഴുന്ന ടൈറ്റാനിക്കിൻ്റെ അടുക്കിലേക്ക് വന്നതുകൊണ്ട് 700-ലധികം ആൾക്കാർ രക്ഷപ്പെടുവാനായിട്ട് ഇടയായി. കർത്താവിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ, ദൈവം നമുക്ക് ശക്തമേറിയ ഒരു ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. ആ ശുശ്രൂഷ നാം ചെയ്തെടുക്കേണ്ടതാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. പാപമോചനം പ്രാപിക്കാത്ത ഒരാൾ മരിക്കുകയാണെങ്കിൽ അവൻ യാതനാ സ്ഥലത്തേക്കും പിന്നീട് നരകത്തിലേക്കുമാണ് പോകുന്നത്. മനുഷ്യൻ്റെ ആത്മാവ് സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. ഈ സത്യം എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷേ അത് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നുണ്ടോ? സ്മിത്തിനെ പോലെ ഷട്ടപ്പ്, എനിക്ക് സുവിശേഷം കേൾക്കണ്ട എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷേ നമുക്കിത് പറയാതിരിക്കാൻ കഴിയുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യമല്ല. നിങ്ങൾക്ക് ഒരു വിലയേറിയ ആത്മാവുണ്ട്. അത് സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. എപ്പോഴാണ് നിങ്ങൾ മരിക്കുന്നതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ ധനവാനായ മനുഷ്യൻ മരിച്ച് യാതനാ സ്ഥലത്തേക്ക് പോയ കാര്യം യേശു പറയുന്നില്ലേ? ശരീരം വിട്ടുപോകുന്ന ആത്മാവിന് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും, സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയും. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ടാകും, പക്ഷേ അതൊന്നും കിട്ടുകയില്ല. ഇന്ന് താങ്കൾ മരിച്ചാൽ താങ്കളുടെ നിത്യത എവിടെയായിരിക്കും? നിങ്ങളുടെ ആത്മരക്ഷ നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ? 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗമഹിമകളെ വിട്ട് ബേഥലഹേമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും, ശാപമോചനം ലഭിക്കും. നിങ്ങൾ ഇന്ന് മരിച്ചാൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് പറന്നു പോകുവാൻ ഇടയാകും. സ്നേഹിത, ഈ മുന്നറിയിപ്പ് നീ അവഗണിക്കരുത്. ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെയാകും? ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. വരിക യേശുവിൻ്റെ അടുക്കിലേക്ക്. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ലെറ്റർക്കനിയിലെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ഷൈൻ മാത്യു ആണ്. അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഞങ്ങളുടെ ഈ ചെറിയ യോഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തെ നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഈ നല്ല കർത്താവേ സമയം കർത്താവെ അങ്ങയുടെ ദാസനോട് ഒരുമിച്ച് കർത്താവെ അല്പസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം കർത്താവ് കേൾക്കുവാൻ കൃപ തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ കർത്താവെ അനുസരണമുള്ളവരായി കർത്താവെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിപ്പാനും കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ കർത്താവെ ഞങ്ങളും കർത്താവെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തികളും കർത്താവെ എത്തിച്ചേരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ ദാസനെ അവിടുന്ന് ശക്തീകരിക്കണം. കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും നമ്മോടുകൂടെ ഇപ്പോഴെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.